ഹായ്, ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീട്രൂട്ട് ഇവിടെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെയാണ് സ്പൈസസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. കറുവാപ്പട്ടയുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക. ഇതുകൂടാതെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗോതമ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 750 ഗ്രാം ഷുഗർ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ. അതിനുശേഷം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയുള്ള വെള്ളം ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ്. അത് തിളപ്പിച്ചാറ്റി തണുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനെ നമ്മളൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം ഒരു 3 മിനിറ്റ് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിലാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം തണുത്ത് കഴിയുമ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം ബോട്ടിലാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്യുന്നു. സ്പൈസസ് ഞാൻ ചെറുതായിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ്, ഈസ്റ്റ്, ഇവയെല്ലാം കൂടി എടുത്തിട്ട് നല്ലപോലെ ഉണങ്ങിയ മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബോട്ടിൽ അടച്ചു വെച്ച് ഒരു വെളുത്ത തുണി കൊണ്ട് കെട്ടിവയ്ക്കുക. ഇതിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉണങ്ങിയ തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇത് എന്തുകൊണ്ട് നമ്മൾ ബോട്ടിൽ ശരിക്ക് അടയ്ക്കുന്നില്ല, നന്നായിട്ട് മുറുക്കി അടയ്ക്കുന്നില്ല, അതൊക്കെ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് നെല്ലിക്ക വൈൻ ഉണ്ടാക്കിയപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്നും കൂടി കാണണം കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വൈൻ നമ്മൾ 21 ദിവസം കഴിയുമ്പോൾ ഒരരിപ്പയിലേക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു ദിവസത്തിന് ശേഷം ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും. അതിനുശേഷം നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. HB ലെവലൊക്കെ കുറവുള്ളവർക്ക് ഇത് ദിവസവും ഒരു 30 ml വെച്ച് കുടിച്ചാൽ നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 to 10 ml എല്ലാ ദിവസവും കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.